നമസ്കാരം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭരണ മികവാണ് ഉത്തർപ്രദേശിനെ സാമ്പത്തിക വഴിത്തിരിവിലേക്ക് നയിച്ചതെന്നും സദ്ഭരണത്തിലൂടെ കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട് എന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ഇത് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 30 വർഷത്തിനുള്ളിൽ ലോകത്തിൽ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമ്പോൾ ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ മുൻപന്തിയിൽ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം കൂടി ഉണ്ടായിരിക്കുമെന്ന് പറയാനും അദ്ദേഹം മറന്നില്ല. ഇന്ന് ലോകം ഉത്തർപ്രദേശിനെയും ലക്നൌവിനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സംസ്ഥാന മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെയും നേതൃത്വത്തിൽ വന്ന ചില ഭരണമാറ്റങ്ങളാണ് ഉത്തർപ്രദേശിനെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് FDI കോൺക്ലേവിൽ സമ്മേളനത്തിൽ സംസാരിക്കവേ പീയൂഷ് ഗോയൽ പറഞ്ഞത്. നമുക്കറിയാം, ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ വിദേശ നിക്ഷേപം ഇപ്പോൾ ഏറ്റവും അധികം ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തേക്ക് വിദേശ നിക്ഷേപം എത്തുന്നത്? തീർച്ചയായും അവിടെ നിക്ഷേപകർക്ക് നല്ല ക്രമസമാധാന സാഹചര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം ശക്തമായ സമ്പദ് വ്യവസ്ഥയായിരിക്കണം. ഈ സംസ്ഥാനത്തിനകത്ത് റോ മെറ്റീരിയൽസിനുള്ള അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. നല്ല സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ സംസ്ഥാനത്തേക്ക് നിക്ഷേപകർ എത്തുകയുള്ളൂ. ഇങ്ങനെ നല്ല സൗകര്യങ്ങൾ, നല്ല ക്രമസമാധാനമൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം കഴിഞ്ഞ കുറച്ച് നാളുകളായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, FDI ഫോർച്യൂൺ ഗ്ലോബൽ 500 കമ്പനികളുടെ നയം തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ സംസ്ഥാനം എന്ന ഖ്യാതി കൂടി ഉത്തർപ്രദേശിന് മാത്രം അവകാശപ്പെട്ടതാണ്. സാംസങ്, മൈക്രോസോഫ്റ്റ്, LG, പെപ്സിക്കോ, നയാര എനർജി, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഹെയർ ഐക്യ തുടങ്ങിയ കമ്പനികൾ ഉൾപ്പെടെ UP യിൽ കണ്ണുവയ്ക്കുന്നുണ്ട്. അവരൊക്കെ UP യിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നുമുണ്ട്. ഈ UP യെ കുറിച്ച് നമ്മളിപ്പോൾ വാചാലരാകുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം വന്നതിന് ശേഷം അവിടെ റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ വലിയ കുതിപ്പുണ്ടാവുന്നു എന്ന് പറയുന്നു. അങ്ങനെ എവിടെയും UP യുടെ സദ്ഭരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ നേട്ടത്തെക്കുറിച്ചും അവർ ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള നിരവധി ആർട്ടിക്കിളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഉത്തർപ്രദേശിന്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. ഇപ്പോഴും കേരളത്തിലുള്ളവർ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ UP യിലേക്ക് പോകൂ എന്നാണ്. അതേ UP അങ്ങനെ പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. കാരണം അന്ന് UP ഒരു ബിമാരി സംസ്ഥാനമായിരുന്നു. എന്താണ് ഈ ബിമാരി സംസ്ഥാനം? ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ബിമാരു സംസ്ഥാനങ്ങൾ എന്നായിരുന്നു. ബിമാരു എന്ന വാക്കിന്റെ അർത്ഥം രോഗി എന്നാണ്. സകല മേഖലകളിലും പരാജയമായ, ഒരിക്കലും ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കില്ല അല്ലെങ്കിൽ രാജ്യത്തിനെ തന്നെ നാണം കെടുത്താനുള്ള സംസ്ഥാനങ്ങൾ എന്നൊക്കെയായിരുന്നു ഈ 4 സംസ്ഥാനങ്ങളെയും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതേ രോഗിയായിരുന്ന ഉത്തർപ്രദേശ് മാറി മറിഞ്ഞിരിക്കുന്നു. കാരണം അവിടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രചോദനമായിക്കൊണ്ട് ഉത്തർപ്രദേശ് മുൻപന്തിയിൽ നിൽക്കുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന് തിളങ്ങുന്നുണ്ടെങ്കിൽ ആ ഇന്ത്യയുടെ വളർച്ചയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സംസ്ഥാനമായി തന്നെ ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു. ഒരു കാലത്ത് രാജ്യത്തിന് നാണക്കേടായിരുന്ന അല്ലെങ്കിൽ രോഗിയായിരുന്ന അതേ ഉത്തർപ്രദേശ് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ മാറിയിരിക്കുന്നത്. നമുക്കറിയാം, അന്ന് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോൾ രാജസ്ഥാനും ഈ ഉത്തർപ്രദേശിനൊപ്പം തന്നെ നിരവധി കാര്യങ്ങളിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മധ്യപ്രദേശുമുണ്ട്. കുറച്ചെങ്കിലും പിന്നാക്കം നിൽക്കുന്നത് ഇപ്പോഴും ബീഹാർ തന്നെയാണ്. എന്നിരുന്നാലും അന്നത്തെ ആ ഒരു ദരിദ്ര അവസ്ഥ അല്ലെങ്കിൽ രോഗി എന്നുള്ള പേരൊന്നും ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും പറയാൻ സാധിക്കില്ല. പ്രത്യേകമായി പരിഗണന നൽകുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്, പ്രത്യേകിച്ചും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പുതുതായി രൂപീകരിച്ച സംസ്ഥാനങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു രോഗിയാണ് അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ നാണക്കേടാണ്, എല്ലാ മേഖലയിലും പരാജയമാണ്, അങ്ങനെ മുദ്ര കുത്തി തഴഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ന് ഈ രാജ്യത്തില്ല. എന്തായാലും അന്ന് രോഗിയായി നടുനിവർത്തി നിൽക്കില്ല എന്ന് രാജ്യം മുദ്ര കുത്തിയ അതേ ഉത്തർപ്രദേശ് ഇന്ന് സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ പുതിയ മാനങ്ങൾ തൊടുകയാണ്, പുതിയ റെക്കോർഡുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ നാണംകെട്ട സംസ്ഥാനം ഇന്ന് നാടിന് അഭിമാനമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണത്തിന്റെ പേരാണ് യോഗി ആദിത്യനാഥ്.